ചോറിന് പകരം ലഞ്ചായോ ഡിന്നറായോ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പി. നല്ല ദഹനത്തിനായി കൂടുതൽ ഫൈബർ അടങ്ങിയ സ്വീറ്റ് പൊട്ടറ്റോയും നമ്മളുടെ വെള്ളക്കടലയും അടങ്ങിയ ഈ ഒരു പ്രോട്ടീൻ സാലഡ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കൂടുതൽ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ ഈ സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രുചിയോടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ചെറുതായിട്ട് ഇതേ ഒരു സൈസിലാണ് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് കഴുകി മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളത്തിലിട്ട് പുഴുങ്ങുന്നേക്കാളും ഏറ്റവും നല്ലതാണ് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ പോഷകങ്ങൾ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട. നമ്മൾക്ക് ഇതുപോലെ ഒരു 80% ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലെ നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ഏറെ നല്ലതാണ്. ഞാൻ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല. ഒരേ 1 സ്പൂൺ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂൺ ചാട്ട് മസാലയുമാണ് ചേർത്തിരിക്കുന്നത്. ഇത് ചെറുതായി ആ പച്ചക്കുത്തൊന്ന് മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മളുടെ വെള്ളക്കടലയാണ്, ചിക്പി. ഇത് ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്. ഇതിലേക്ക് തന്നെ ഞാൻ അതിൽ നിന്ന് 1 കപ്പ് സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരണം. മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വെറുതെ അങ്ങ് പുഴുങ്ങി കഴിക്കുന്നേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. ഡയറ്റ് ചെയ്യുവാണെന്ന് കരുതി ടേസ്റ്റ് ഒട്ടും കുറയ്ക്കാതെ തന്നെ നമ്മൾക്ക് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. ഇതിവിടെ കിടന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേന് ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മളൊരു സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാംസ് ഗ്രീക്ക് യോഗേർട്ടാണ്. 1/4 സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇത് 1/4 സ്പൂണ് ഒറിഗാനോ ആണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 സ്പൂണ് ഒലിവ് ഓയിലും 1 സ്പൂണ് ഹണിയുമാണ് ചേർക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുകയാണ്. വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മളുടെ പൊട്ടറ്റോയും കടലയും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോയുടെ കളറൊക്കെ ഒന്ന് മാറി ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 സ്പൂണ് ലെമൺ ജ്യൂസും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒഴിക്കണത് എൻ്റെ ക്ലിപ്പിൽ കിട്ടിയിട്ടില്ല. നിങ്ങൾ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. നമ്മളുടെ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. ഇനി നമ്മൾക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു സാലഡ് ഡ്രസ്സിങ് നിങ്ങൾക്ക് വെജിറ്റബിൾ സാലഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അമിതവണ്ണവും വയറും കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാനും വെയിറ്റ് കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ റെസിപ്പി ഡിന്നറിന് അല്ലെങ്കിൽ ലഞ്ചായിട്ട് കഴിക്കാവുന്നതാണ്. ഇത് 2 പേർക്ക് കഴിക്കാവുന്ന അളവാണ് കേട്ടോ. ഇത് വെറുതെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണ്. ചോറും ഒരുപാട് കറികളും ഒക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും നല്ലത്. വയറിൻ്റെ ആരോഗ്യത്തിനും നമ്മളുടെ ദഹനത്തിനും ഏറ്റവും നല്ലതാട്ടോ ഇങ്ങനത്തെ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇത് നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഒരുപാട് നല്ല സാലഡ് റെസിപ്പീസും സ്മൂത്തികളും ഒക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു സാലഡാണിത്. സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ വെറുതെ പുഴുങ്ങി കഴിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. കുട്ടികൾക്ക് വരെ ഇഷ്ടമാകും. കടലയൊക്കെ കുക്കറിലിട്ട് 2 വിസിലൊക്കെ അടുപ്പിച്ച് ഒന്ന് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാവുന്നതാണ്. സ്വീറ്റ് പൊട്ടറ്റോ കുക്കാകാൻ അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ വളരെ കനം കുറഞ്ഞ ചെറിയ വലുപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ലഞ്ചായോ ഡിന്നറിനായോ നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഈ സാലഡ്. ആ സാലഡ് ഡ്രസ്സിങ്ങും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ.
സ്വീറ്റ് പൊട്ടറ്റോയിൽ സാധാരണ ഉരുളക്കിഴങ്ങിനെ അപേക്ഷിച്ച് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് ഡയബറ്റിക്സ് ആയിട്ടുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ചോയ്സാണ്. കൂടുതൽ അളവിൽ പൊട്ടാഷ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ലഞ്ച് ബോക്സ് ആയിട്ട് പാക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വയറ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഹെൽത്തി റെസിപ്പീസായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എന്നും കഴിക്കുന്ന ബോറിംഗ് സാലഡൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്കിത് എന്താണേലും ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.